നമസ്കാരം. ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ പേരിൽ കൂടെ കൊണ്ടു നടക്കുന്നവരെ പോലും 51 വെട്ടുവെട്ടിക്കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് CPM-കാരെന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ കുട്ടി സഖാക്കന്മാരുടെ കാര്യം എന്താകുമെന്ന് ചിന്തിക്കുകയും വേണ്ട. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിരാജിക്കുന്നവരാണ് SFI-ക്കാർ. എന്നാൽ എന്ത് സ്വാതന്ത്ര്യവും, എന്ത് സോഷ്യലിസവും, എന്ത് ജനാധിപത്യവുമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെന്ന സംശയം ബാക്കിയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടത്. വളരെ അതിദാരുണമായ ഒരു സംഭവം ക്യാമ്പസിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. റാഗിംഗ് ആണ് എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഒരു കുട്ടിയെ ഏതാണ്ട് 150 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപാതകമോ ആത്മഹത്യ എന്ന സംശയം മാത്രം ബാക്കിയാക്കി ഇല്ലാതാക്കിയിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ BVSC വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ആ സിദ്ധാർത്ഥന്റെ മരണമാണ് ഇപ്പോൾ കേരളീയ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ 4 ദിവസമായി അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൊല ചെയ്തിരിക്കുന്നു. ഏതോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞു അത്രേ. അതാണത്രേ സിദ്ധാർത്ഥനെ കൊല്ലാനുള്ള കാരണമായി SFI-യും SFI നേതാക്കന്മാരും ഒക്കെ കണ്ടെത്തിയത്. SFI-ക്ക് ഒരു ബന്ധവുമില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ അറസ്റ്റ് ചെയ്തത് SFI-യുടെ യൂണിറ്റ് പ്രസിഡന്റിനെ അടക്കമുള്ളവരെയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരാൾ ഒളിവിലാണ്, ആരോപണ വിധേയൻ. അത് SFI-യുടെ യൂണിറ്റ് പ്രസിഡന്റുമാണ്. പിന്നെ SFI അല്ല കൊലപാതകം നടത്തിയതെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് അറസ്റ്റിലേക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കും ഒക്കെ അറസ്റ്റിനുള്ള കാര്യങ്ങളും ഒക്കെ നീക്കിക്കൊണ്ട് കേരളത്തിലെ പോലീസ് രംഗത്ത് വന്നത്. ഏതായാലും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറയുന്ന ഈ കൂട്ടർ ഉറക്കപ്പാടുന്നതും മനുഷ്യനാകണമെന്നാണ്. എന്തു മനുഷ്യത്വമാണ് നിങ്ങളിൽ നിന്നും കേരളീയ സമൂഹം പ്രതീക്ഷിക്കേണ്ടത്? 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഒരു സഹപാഠിയെ അടിച്ചു കൊല്ലുന്ന ക്രൂരത. ആ ക്രൂരതയ്ക്ക് എന്തു പറഞ്ഞാണ് ന്യായീകരണം നിരത്താൻ SFI-ക്ക് കഴിയുക? ആ കുട്ടി 4 ദിവസം ഉടുതുണി പോലുമില്ലാതെ ആ കുട്ടിയെ ആക്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് വരാനായിരുന്ന കുട്ടിയെ കൂടെ നടന്ന കൂട്ടുകാരൻ അതും തിരുവനന്തപുരം സ്വദേശിയായ പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചുകൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുട്ടിയെ ക്യാമ്പസിനകത്ത് വെച്ചും ക്യാമ്പസിന് പുറത്തു വെച്ചും നിരന്തരമായി 4 ദിവസവും മർദ്ദനത്തിന് വിധേയമാക്കിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആ കുട്ടി അനുഭവിച്ച ശാരീരിക മാനസിക പീഡനം അതിന്റെ മരണത്തിലേക്ക് പോലും എത്തിയപ്പോൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കേരളത്തിലെ CPM-നാവുക? മനുഷ്യനാകണമെന്ന് ഉറക്കപ്പാടിയാൽ മാത്രം പോരാ, മനുഷ്യത്വം ഉള്ളിലുണ്ടാവുകയും വേണം. മനുഷ്യത്വമില്ലാത്തവരാണ് CPM-കാരെന്ന് നമുക്കറിയാം. മനുഷ്യത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒക്കെ വെറും വാചകങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. കേരളത്തിലെ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളായി സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ മാറിയിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് നഗ്നനായി നിർത്തി 2 ബെൽറ്റ് അത് ഒടിയും വരെ അടിക്കുക. ഈ ക്രൂരതയുടെ പേര്, ഈ ക്രൂരതയെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും അറിയില്ല. ക്രൂരത എന്ന് മാത്രം പറഞ്ഞാൽ ആ കുട്ടി അനുഭവിച്ച വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാവില്ല. പ്രാകൃതമായ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നവരാണ് SFI-ക്കാരെന്ന് ഇനി പ്രത്യേകം പറഞ്ഞു വെക്കേണ്ടതില്ലല്ലോ. കടുത്ത ആൾക്കൂട്ട വിചാരണയും മർദ്ദനങ്ങളുമാണ്, ശാരീരിക പീഡനങ്ങളുമാണ് ഈ കുട്ടി ഏൽക്കേണ്ടി വന്നത്. ഈ മാസം 14 മുതൽ 18 വരെ കുട്ടി ഇടതിടവില്ലാതെ മർദ്ദിക്കപ്പെട്ടു, കുട്ടിയെ അപമാനിച്ചു. ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഇതേപോലെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ ജനാധിപത്യം CPM കുട്ടി സഖാക്കന്മാരങ്ങ് പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി മരിച്ചപ്പോൾ പോലും ആരും കമാന്നുരക്ഷരം ക്യാമ്പസിൽ നിന്ന് ഉരിയാടാത്തത്. കാരണം 19ഉം 20ഉം വയസ്സുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നവരിലധികവും. അവർക്കും ജീവനിൽ പേടിയുണ്ട്. ഇതേ തരത്തിൽ മർദ്ദിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കമാന്നുരക്ഷരം മിണ്ടിയതേയില്ല. വാലന്റൈൻസ് ദിനത്തെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടി ആരെയോ പ്രപ്പോസ് ചെയ്തത്രേ. ആ കുട്ടിക്ക് മറ്റുള്ളവർക്കുള്ള ജനാധിപത്യം ഇല്ലാതെ പോയി. SFI-ക്കാർ നൽകുന്ന ജനാധിപത്യത്തിന്റെ രീതി അല്ലെങ്കിൽ SFI-ക്കാർ നൽകുന്ന ജനാധിപത്യം എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് പ്രശ്നങ്ങളുടെ തുടക്കമായത്. കുട്ടി പ്രപ്പോസ് ചെയ്തു എന്ന്
പറഞ്ഞെങ്കിലും കുട്ടി ഉപദ്രവിച്ചു അല്ലെങ്കിൽ കുട്ടി ആ മോശമായി പെരുമാറി എന്ന രീതിയിലാക്കി ആ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം അത്തരമൊരു പരാതിയും കൊടുക്കാനുള്ള നീക്കവും ഉണ്ടായി. ജൂനിയർ വിദ്യാർത്ഥി പ്രപ്പോസ് ചെയ്തത് സീനിയർ വിദ്യാർത്ഥികൾക്ക് രസിച്ചില്ലത്രേ. അതാണത്രേ SFIയുടെ ജനാധിപത്യ ബോധം. ഏതായാലും വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്ന വിദ്യാർത്ഥിയെ കൂടെ കൊണ്ടു നടന്നവൻ സുഹൃത്ത് ചതിച്ചു. അതോടുകൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്കും മാതാപിതാക്കൾക്കും അടക്കം ഇപ്പോൾ ആ കുട്ടിയുടെ മരണം തന്നെ വേണ്ടി വന്നു. ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത പ്രധാനമായും നമ്മൾ കേൾക്കുന്നുണ്ട്. കാര്യവട്ടം ക്യാമ്പസിനകത്തു നിന്നും അവരുടെ സെപ്റ്റി ടാങ്കിൽ നിന്നും ഒരു ഡെഡ് ബോഡി കൂടി കിട്ടിയിരിക്കുന്നുവെന്ന്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കാര്യവട്ടം ക്യാമ്പസും മറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ ആരുടെ അധീനതയിലാണെന്ന് അറിയാൻ പാഴൂർ പടിപ്പരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. കാണാതായ ഏതെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ കൊന്ന് അവിടെ തള്ളിയതാണോ എന്ന സംശയം പോലും സാധാരണക്കാരനുണ്ടായാൽ സംശയിക്കേണ്ടതില്ല. നമുക്കറിയാം SFIയുടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. കുട്ടി സഖാക്കന്മാരുടെ മാത്രമല്ല മുതിർന്ന സഖാക്കന്മാരുടെയും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ഒരിക്കൽ നമ്മൾ കണ്ടു. പരുമലയിൽ കിം കരുണാകരന്റെ വിഷയമുണ്ടായപ്പോൾ, ബിംബിയുടെ പ്രശ്നമുണ്ടായപ്പോൾ ചങ്ങനാശ്ശേരിയിലൊക്കെ നമ്മളത് കണ്ടതാണ്. പരുമലയിൽ 3 ABVP-ക്കാർ വെള്ളത്തിൽ അവരെ എറിഞ്ഞിട്ട് ഇഷ്ടിക കൊണ്ട് തലക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നയനാരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ശോഭന ജോർജിനോട് നയനാർ പറഞ്ഞത്, ഇന്ന് ശോഭനയും നയനാരുടെ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും അന്ന് ചെങ്ങന്നൂരിന്റെ MLA ആയിരുന്ന ശോഭന ജോർജ് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടപ്പോൾ നയനാർ പറഞ്ഞത്, ശോഭനയെ മരിച്ചതെല്ലാം ABVP-ക്കാരല്ലേ, നിനക്കെന്താണ് പ്രശ്നമെന്നാണ്. ഏതായാലും TPയുടെ വധക്കേസും ചർച്ചയാകുന്ന ആ വിധിയുമൊക്കെ ചർച്ചയാകുന്ന ഈ സമയത്ത് തന്നെയാണ് കുട്ടി സഖാക്കന്മാർ ഒരു കുട്ടിയെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടെ കൊണ്ടു നടക്കുന്നവനെ കൊന്നു തള്ളുന്ന ചരിത്രം, കൂടെ കൊണ്ടു നടക്കുന്നവനെ ഇല്ലാതാക്കാൻ മനുഷ്യത്വമുണ്ടെന്ന് ഉറക്കപ്പാടുന്ന, മനുഷ്യനാകണമെന്ന് ഉറക്കപ്പാടുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവരാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കപ്പെടുന്നതും.